ഹലോ ഗായ്സ്, എല്ലാവർക്കും ദിലോസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ പണി ലീവാണ്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഏട്ടന് ഞായറാഴ്ച വരെ പണി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ഞായറാഴ്ചകളിലും ഞാൻ ഒറ്റയ്ക്കായിരിക്കും വീട്ടിൽ. അപ്പോൾ ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ ഇന്നലെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു, നമുക്ക് നാളെ എങ്ങോട്ടെങ്കിലും ഒന്ന് പുറത്ത് പോകണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ എവിടെ പോകണം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുട്ടികളെല്ലാവരും പറഞ്ഞത് നമ്മുടെ തൊട്ടടുത്ത ടൗണിലായിട്ട് ഓണാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓണം കഴിഞ്ഞാലും ആഘോഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കരുതി എന്നാൽ പിന്നെ നമുക്ക് പരിപാടികൾ കാണാൻ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ കുട്ടികളെയും പിന്നെ നമ്മുടെ അടുത്തുള്ള ചേച്ചിയാണ്ട് പ്രഭേച്ചിയും കുട്ടികളും ഏട്ടനും ഞങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ചയായി. പിന്നെ അപ്പോഴത്തേക്കും നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് നടക്കുമ്പോൾ വെയിലൊന്നും അങ്ങനെ അറിഞ്ഞില്ല, അങ്ങനെ അങ്ങ് നടന്നു പോയി. ഇവിടെയൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അതായത് ഈ നിറച്ച് തെങ്ങുകളൊക്കെ ആയിട്ട് തെങ്ങും തോപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്കിവിടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഇവിടെ കാണാനായിട്ട്. അതായത് ഇപ്പോൾ ഞാൻ ഇതിലെ എങ്ങോട്ട് പാസ് ചെയ്താലും ഞാൻ ഇവിടെ എത്തുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ നിറച്ച് തെങ്ങും തോപ്പും പിന്നെ ഇപ്പുറ സൈഡിലായിട്ട് തോടും റോഡുകളൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ അത്ര ഭംഗി ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്. കാര്യം ഭംഗിയൊക്കെയാണ്, പക്ഷെ മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം കൂടുമ്പോൾ ഈ തോടിൻ്റെ അരികിലുള്ള വീടുകളിൽ കൂടെയൊക്കെ വെള്ളം കയറും. അപ്പോൾ ബുദ്ധിമുട്ടാണ്, എങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, കാരണം രാവിലെ തുടങ്ങുന്നതല്ല. ഞങ്ങളാണെങ്കിൽ ഉച്ചയ്ക്കാണ് പോകുന്നത് തന്നെ. അപ്പോൾ എന്തായാലും എവിടം വരെയൊക്കെ എത്തിയെന്ന് അറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ അതേ ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഇതേ പരിപാടികളൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോഴേ അവിടെ നല്ല വാഴകയറ്റ മത്സരമാണ് കേട്ടോ. അപ്പോൾ ആ മോനാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ കയറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എണ്ണ ഇങ്ങനെ വഴുതിയിട്ട് അവന് കയറാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കണ്ടു നിൽക്കാൻ നമുക്ക് രസമുണ്ട്, പക്ഷെ അവിടെ കയറി ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. എന്തായാലും അവൻ ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും, ക്ഷമിക്കണം. അപ്പോൾ എന്തായാലും അവൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവന് കിട്ടുന്നില്ല കേട്ടോ. എന്തായാലും അവൻ മാക്സിമം ശ്രമിച്ചു, പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. അവൻ താഴേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ വെയിലും ഒക്കെ അല്ലേ. പിന്നെ എന്തായാലും അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളുടെ മിഠായി പെറുക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുഞ്ഞു വാവകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇതേ കണ്ടില്ല, കുഞ്ഞു വാവയൊക്കെ ഇങ്ങനെ നുഴഞ്ഞു കയറുന്നതാണ്ടോ. നല്ല രസമായിട്ടോ അവരുടെ കളി കാണാനായിട്ട്. അപ്പോൾ മിഠായി പെറുക്കൽ നമ്മൾ സാനിറ്റിക്കാണ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മക്കളുടെ മിഠായി പെറുക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും വലിയവർക്കും കുട്ടികൾക്കും കൂടിയുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി കാണുന്നത്. ഇത് ഈ കമ്പിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ 10 പ്രാവശ്യം ഇങ്ങനെ ചുറ്റണം. ചുറ്റിയിട്ട് വേഗം തന്നെ അവരവരുടെ നേരെ മുൻപിലുള്ള കസേരയിൽ പോയിട്ട് ഓടിപ്പോയിട്ടിരിക്കണം. അങ്ങനെയാണ് മത്സരം. അപ്പോൾ ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. കാരണം ഇങ്ങനെ ചുറ്റി വരുമ്പോഴേക്കും നമുക്ക് തല കറങ്ങും. തല ഇറങ്ങി ഇങ്ങനെ ഓടുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാനൊക്കെ പോകും. അപ്പോൾ കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു രസമാണ് കേട്ടോ, രസകരമായിട്ടുള്ളൊരു കളി തന്നെയാണ്. അപ്പോൾ അതൊരു മത്സരമായിരുന്നു. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഏട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട് സജേഷ്. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോയാലോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞങ്ങൾ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടനും സജേഷും മുന്നിൽ പോയിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ അവരെ പുറകെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നടക്കാനുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ കുറച്ചല്ല, കുറേ നടന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ അതേ പോകുന്ന വഴിക്ക് ഒരു റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്നും പോയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ റിസോർട്ടിൻ്റെ സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗസ്റ്റൊക്കെ വന്നാൽ അവർക്കിങ്ങനെ നടന്ന് കാണാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെയൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്, പക്ഷേ ഇവിടെ കണ്ടില്ല ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ നല്ല ഈ ഒരു വള്ളിച്ചെടി ഇങ്ങനെ പിന്നെ അറേഞ്ച് ചെയ്ത് വെച്ച് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെയൊക്കെ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും കൂടെ ഇവിടെയൊക്കെ നിന്നിട്ട്. ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ. കണ്ടില്ലേ, പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമുക്ക് ഇനിയും നടക്കാനുണ്ട്, നടന്ന് തീർന്നിട്ടില്ല കേട്ടോ. പോകുന്ന വഴിക്ക് ഇതേ വീണ്ടും തോട്. അപ്പോൾ ഇതേ നമ്മളുടെ വീടിൻ്റെ ആ ഭാഗത്തുള്ള തോട് പോലെ തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. റോഡിൻ്റെ സൈഡിൽ തന്നെയായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതേ കുറച്ചുകൂടെ മുമ്പോട്ട് നടന്ന് പോയപ്പോഴത്തേക്ക് നല്ല പാടം കാണുന്നുണ്ട് കേട്ടോ അവിടെ. അതായത് നല്ല എന്തൊക്കെയോ തൈകളൊക്കെ നട്ടിട്ടുണ്ട്. എന്ത് തൈയാന്ന് അറിയില്ല, നട്ടിട്ടുണ്ട്. പിന്നെ അതേ അങ്ങ് ദൂരെയായിട്ട് നെൽപ്പാടം കാണുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തോ കളിക്കുന്ന ഗ്രൗണ്ടാന്ന് തോന്നുന്നു. അപ്പം ഇവിടെ അങ്ങനെയൊക്കെ നല്ല രസം തോന്നുന്നു ഇവിടെയൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ നമ്മളവിടെയൊക്കെ വയലുണ്ട്, പക്ഷെ നെൽകൃഷി അങ്ങനെ ചെയ്യാറില്ല, വാഴയും കപ്പയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇതേ അങ്ങ് ദൂരെയായിട്ട് നെല്ല് കൃഷി ചെയ്യുന്നത് കണ്ടു. അപ്പോൾ വരുന്ന വഴിക്ക് അങ്ങോട്ടേക്കൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ എന്തായാലും ഇതേ കാണാൻ എന്ത് രസമാണ് നോക്ക് ഇവിടെ കാണാനായിട്ട്. ഇവിടെ വണ്ടി വരാൻ കുറച്ച് പാടാന്ന് തോന്നുന്നു ഇങ്ങോട്ടേക്ക്. പിന്നെ ഇങ്ങോട്ട് വയലായതുകൊണ്ട് പിന്നെ നടക്കുക തന്നെ ചെയ്യണമല്ലോ. അങ്ങനെ എന്തായാലും നടന്ന് നമ്മളതേ സജേഷിൻ്റെ വീടെത്തിയിട്ടുണ്ട്. നല്ല സൂപ്പർ അടിപൊളി വീടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലൊക്കെ പോയി കണ്ട് തിരിച്ചിറങ്ങി. അപ്പോൾ സജേഷിൻ്റെ അമ്മ അവിടെയില്ല, ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ സ്ഥിരം പരിപാടി, നമ്മൾ ഏത് വീട്ടിൽ പോയാലും നമ്മൾ ആദ്യം നോക്കുക ചെടി ഉണ്ടോയെന്നല്ലേ.
അപ്പോൾ പോയ പാടന്നെ പ്രവേശി അവിടെ ഒരു കത്തിയൊക്കെ വാങ്ങി നമ്മളുടെ വീട്ടിലില്ലാത്ത ചെടിയൊക്കെ നോക്കി അങ്ങനെ മുറിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സജേഷിൻ്റെ അവൻ പുല്ല് പോലെ നോക്കുന്ന പട്ടിക്കുട്ടിയാണ് കേട്ടോ. പട്ടിക്കുട്ടിയൊന്നുമില്ല, വലിയ പട്ടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അവനെ. പക്ഷെ അടുത്ത് പോകാൻ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ആൾ പാവാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ചെടിയൊക്കെ പറിച്ചേട്ടുണ്ടായി കൊടുത്തിട്ടുണ്ട്. പ്രവേശിയും കുറേ ചെടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. വീട്ടിൽ അവൻ്റെ അമ്മയില്ല, അമ്മ ജോലിക്ക് പോയിട്ടുണ്ട്. പിന്നെ അവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകാൻ നിൽക്കാം. എന്നാലും പ്രവേശിക്ക് ചെടികൾ ഒടിച്ചിട്ട് മതിയാവുന്നില്ല കേട്ടോ. അങ്ങനെ ചെടിയൊക്കെ ഒടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ അത് ഈ വേലിയിൽ കൂടെ ഒക്കെ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ്റെ അമ്മ നട്ടായിരിക്കും. അങ്ങനെ എന്തായാലും നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ ചെടികളൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലില്ലാത്ത തരത്തിലുള്ള ചെടികളാട്ടോ അവൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. ഇത് ഈ കാണുന്ന മരം മഞ്ചാടീൻ്റെ മരമാണ്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് കുറേ മഞ്ചാടിക്കുരു ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നത് വേറെ വഴിയിലൂടെയാണ് കേട്ടോ. കാരണം ഞങ്ങൾക്ക് നെൽപ്പാടം കാണണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നേ. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള വയലിലൊക്കെ നെൽകൃഷിയൊന്നും ചെയ്യാറില്ല. വാഴയും കപ്പി അങ്ങനത്തെ കൃഷിയാണ് ചെയ്യുന്നത്. പിന്നെ അധികം അങ്ങനെ നെൽകൃഷി കാണാറുമില്ല. അപ്പോൾ എനിക്ക് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ എനിക്കൊന്ന് അവിടെ പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പറഞ്ഞപ്പം അങ്ങോട്ടേക്ക് ഒന്ന് പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പോവാലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അത് കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഇതേ നമ്മുടെ നെൽപ്പാടം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്ക് കാണാനായിട്ട്. ഇതിങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ. അയ്യോ എന്ത് രസം നോക്കി. എനിക്ക് ഭയങ്കര എന്താ പറയുക ഇഷ്ടമായി ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും കേട്ടോ. കാരണം കുറേ ആയി ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ടിട്ട്. ഈ നെൽപ്പാടത്തിൻ്റെ അപ്പുറത്തായിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ കൃഷിയായിരുന്നു തോന്നുന്നുണ്ട്. അതേപോലെ ഇങ്ങനെ വള്ളി കയറാൻ ഭാഗത്തിന് സെറ്റപ്പാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന ആ ഒരു ബിൽഡിങ്ങൊക്കെ നമ്മൾ നേരത്തെ കണ്ട റിസോർട്ടിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അവിടെ റെസ്റ്റോറൻ്റാണ് അവരുടെ. ഏട്ടനും കുട്ടികളൊക്കെ മുന്നിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രവേശിനെ കാത്തിക്കുകയാണ്. പ്രവേശി അടുത്ത വീടുകളിലുള്ള ആ ചേച്ചിമാരോടൊക്കെ സംസാരിച്ച് വരികയാണ്. അപ്പോൾ അത് ചെടികളൊക്കെ നല്ലോണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കവറൊക്കെ കൊടുത്തപ്പോൾ അതിൽ ചെടിയൊക്കെ നിറച്ചിങ്ങനെ വരിക. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ വയലിൽ കൂടെ ഒന്നിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ നശിപ്പിക്കരുതല്ലോ. അപ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ വരമ്പത്തൂടെ അങ്ങനെ കുറച്ചൊക്കെ നടന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് വയലിൽ ഇറങ്ങിയത് കൊണ്ട് കാലൊക്കെ ചെളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോട് നമ്മൾ വരുന്ന വഴിക്ക് തോട് കണ്ടില്ലേ, അപ്പോൾ ആ തോട്ടിലൊന്ന് ഇറങ്ങി കാലൊക്കെ കഴുകി കുറച്ച് നേരം നിന്നിട്ട് പോകാമെന്ന് കരുതി. കുട്ടികൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് തോട്ടിലേക്ക് ഇറങ്ങിയാൽ മതി എന്നാണ് അവരാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള തോട്ടിൽ എപ്പോഴും കുളിക്കാൻ പോയിട്ട് മീൻ പിടിക്കാൻ പോയിട്ടൊക്കെ പോകുന്ന. എന്നാലും അവർക്ക് ഇവിടെ തോട് കണ്ടപ്പോൾ ഒന്നുകൂടെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവരും ഇറങ്ങി കേട്ടോ. ചെറുതായിട്ടൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇപ്പം മഴയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ പാറയായതുകൊണ്ട് തെന്നലുണ്ടാകുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കങ്ങനെ അറിയാത്ത തോടുകളില്ല. അപ്പോൾ എവിടേക്കാണ് ആഴം കൂടുതൽ അല്ലെങ്കിൽ എവിടെയാണ് കുഴികളുള്ളതെന്ന് നമുക്ക് അറിയില്ലല്ലോ. പരിചയമുള്ള തോടല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ കുട്ടികളെ കൊണ്ട് ഇറക്കിയപ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവർ നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മളെന്തായാലും കാലൊക്കെ കഴുകി തിരിച്ച് വന്നു കേട്ടോ. കണ്ണനും കുഞ്ഞുണ്ണിയൊക്കെ ഇത് മുന്നിൽ നടന്നിട്ട് അവിടെ ഒരു പാലുണ്ട്, അവിടെ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ റോഡ് സൈഡിലായിട്ട് ഈ റിസോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചാന്ന് തോന്നുന്നു ഈ ചെടി. നല്ല രസമുണ്ട് ഇതിൻ്റെ പൂ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പ്രഭേച്ചി എനിക്ക് പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ മറന്നുപോയി. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി വേറെ കളറുകളുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ തൊട്ടപ്പുറത്തിട്ട് മഞ്ഞ കളറിൽ കണ്ടു. അപ്പോൾ നല്ല ഇത് മഞ്ഞപ്പൂവാണ് കേട്ടോ. ഒരേ ചെടിയാണ് പക്ഷേ കളർ ചേഞ്ച്. അപ്പോൾ പ്രഭേച്ചി അതിൻ്റെ വിത്തുണ്ടോ നോക്കുകയാണ് കേട്ടോ. വിത്തിൻ്റെ നമുക്ക് മുളപ്പിക്കാമല്ലോ. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കവുങ്ങിൻ്റെ തടിയും കൊണ്ട് പാലുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ തോടിൻ്റെ അക്കരെയായിട്ട് കുറച്ച് വീടുകളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ഈ പാല ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ചൂണ്ടയൊക്കെ ഇടുന്നതാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ സ്ഥലങ്ങളൊക്കെ. വീട്ടിലേക്ക് വരാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. നമ്മൾ നേരത്തെ പോയ ഓണപരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അത് രാത്രിയുണ്ട്. കുട്ടികളുടെ ഡാൻസ് പരിപാടികളും പിന്നെ എന്താ പറയുക വടംവലി അങ്ങനത്തെ കുറേ പരിപാടികൾ ഇനി രാത്രിയാണുള്ളത്. ഇനി അങ്ങോട്ടുള്ള വഴി നമുക്ക് അറിയാം കേട്ടോ. അപ്പോൾ സജേഷിനെ കൂട്ടാനായിട്ട് ഇതേ വിഷ്ണു വന്നിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു ആരാന്നില്ല, അവൻ നമ്മുടെ കുഞ്ഞ് അനിയനാണ് കേട്ടോ. ഞാനൊക്കെ +2 പഠിക്കുന്ന ഒരു സമയത്ത് ഇവൻ ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ബസ്സിലൊക്കെ ആട്ടോ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ നമ്മുടെ വിഷ്ണുവിൻ്റെ വീട് വരുന്നത് നമ്മുടെ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് തെങ്ങുംതോപ്പും തോടൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ തോടിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ അവരെ വീട് വരുന്നത്. അപ്പോൾ എന്തായാലും നടന്ന് ഞങ്ങൾ എന്തായാലും ടൗണിലൊക്കെ പോയി വീട്ടിലേക്കുള്ള കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചു. കണ്ണനും ചെക്കൊക്കെ വീട്ടിലേക്ക് കയറിയിട്ട് നമ്മൾ വരുന്ന വഴിക്കാണ് അവരുടെ വീട്. അപ്പോൾ അവരെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ 2 കുഞ്ഞുണ്ണികളുണ്ട് കേട്ടോ നമുക്ക്. ഒരാൾ വലുതും ഒരാൾ ചെറുതും. അപ്പോൾ അതേ വലിയ കുഞ്ഞുണ്ണി അവൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നടന്ന് മടുത്ത് ചെറിയ കുഞ്ഞുണ്ണി ഇത് അവൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.